ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണ് എന്താണ് നിങ്ങളോട് പറയാനുള്ളത്, അവരുടെ മനസ്സിലുള്ളത് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപായിട്ട് ഒരു കാര്യം പറയാം. കാരണം കുറേ പേരൊക്കെ കമൻസിൽ വല്ലാതെ ഒരു വിഷമിക്കുന്ന രീതിയിൽ കണ്ടു. അതായത് അവരോട് ചെയ്തതിനൊന്നും എന്തുകൊണ്ടാണ് യൂണിവേഴ്സ് അവരുടെ പേഴ്സണ് ഒരു തിരിച്ചടി കൊടുക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു രീതിയിൽ ഭയങ്കരമായിട്ട് ഇവർ ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവരുടെ പേഴ്സണ് അങ്ങനെ ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് അടുപ്പിച്ച് കുറേ പേരുടെ ഇങ്ങനെ കണ്ട് അവരുടെ ഒരു അവസ്ഥ കണ്ടതുകൊണ്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മളെ ഒരാളെ വേദനിപ്പിച്ചു കഴിഞ്ഞ് പോയി പിറ്റേ ദിവസം അവർക്ക് അതിൻ്റെ ഒരു ഫലം അങ്ങനെയൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ലോകം എന്നേ നന്നായി പോയാനെ. നമ്മൾ ഇന്നൊരു തെറ്റ് ചെയ്തു, നാളെ തന്നെ നമുക്കത് അതിന് പണി കിട്ടുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഞാൻ ഇന്നലെ ചെയ്തതിൻ്റെ ഇന്ന് എനിക്ക് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ മനുഷ്യർ തെറ്റ് ചെയ്യാൻ തന്നെ ഭയപ്പെടില്ലേ? അപ്പോൾ ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അതിനൊരു സമയമുണ്ട്, അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു സമയം, ഇന്ന സമയം എന്ന് നമ്മുടെ ഒരു വിധിയിലുണ്ട്. ആ ഒരു സമയത്താണ് നമ്മളത് അനുഭവിക്കുക. അതിനൊരു കാലചക്രമുണ്ട്. ആ ഒരു പീരീഡിൽ അവർക്ക് കിട്ടുകയുള്ളൂ. അല്ലാതെ നിങ്ങളോട് ഇപ്പോൾ 2 മാസം അവർ മിണ്ടാതിരുന്നു, ഉടനെ തന്നെ ഇവർക്ക് പിറ്റേ ദിവസം ഇവർക്ക് സന്തോഷം പാടില്ല എന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. എല്ലാത്തിനും ഒരു പ്രകൃതി നിയമമുണ്ട്, അതനുസരിച്ചിട്ട് മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പേഴ്സന്റെ സമയം മോശമാവുമ്പോൾ, അല്ലെങ്കിൽ ഇതിന്റെ ഇരട്ടിയായിട്ട് അവർക്ക് അനുഭവിക്കാനുള്ള ഒരു പീരീഡ് വരുമ്പോൾ മാത്രമേ അവർക്കത് തിരിച്ചു കിട്ടുള്ളൂ എന്നുള്ളതാണ്. അല്ലാതെ നമ്മളിപ്പോൾ ദ്രോഹിച്ചു അല്ലെങ്കിൽ 1 കൊല്ലം 2 കൊല്ലമായി അപ്പം തന്നെ അവർക്ക് കിട്ടണം, അങ്ങനെയല്ല. ചിലപ്പോൾ ഈ ഒരു വ്യക്തി പോലും അത് മറന്നു പോകുമ്പോഴായിരിക്കും അത് അവരിലേക്ക് എത്തുക. എല്ലാം ഒരു കുഴപ്പമില്ല, ഞാൻ സന്തോഷത്തോടെ ഇരിക്കുകയാണ് എന്ന് അവർ അഹങ്കരിച്ചിരിക്കുന്ന ആ ഒരു സമയത്തായിരിക്കും അത് കിട്ടുക. അപ്പൊ അതിനെല്ലാം അതിൻ്റെതായിട്ടുള്ള റീസൺ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലാതെ നമ്മളോടൊന്ന് അവർ തെറ്റ് ചെയ്തു പിറ്റേ ദിവസം തന്നെ യൂണിവേഴ്സ് അവർക്ക് പണി കൊടുക്കുന്നു, അങ്ങനെയൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പൊ അങ്ങനെ വിഷമിക്കുന്നവരോട് വേണ്ടിയിട്ട് പറയുന്നതാണ്, തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു വിഷമം അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ട് ആ ഒരു പേഴ്സണെങ്കിൽ അവർക്ക് അതിനൊരു കർമ്മയുണ്ട്, അവരത് അനുഭവിക്കുക തന്നെ ചെയ്യും. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് അവർക്ക് ഒരിക്കലും കിട്ടാതെ അവർ സന്തോഷമായിട്ട് തന്നെ ഇരിക്കും എന്നങ്ങനെ വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. അങ്ങനെ തീർച്ചയായിട്ടും അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവനവൻ അനുഭവിച്ച് തന്നെ ഇരിക്കുകയുള്ളൂ. അത് എപ്പോഴാണെന്നുണ്ടെങ്കിലും അത് മാത്രം മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമുക്കിവിടെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങളിത് എപ്പോൾ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു ടൈം മുതൽ വാലിഡ് ആവുന്നതായിരിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അവരുടെ ആ ഒരു മുഖം വിചാരിക്കുക, പോസിറ്റീവായി ചിന്തിക്കുക. എങ്കിൽ മാത്രമാണ് അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത്, എന്താണ് അവരുടെ മനസ്സിലുള്ളത് എന്നെല്ലാം നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഓക്കെ. ടെംപ്റ്റേഷൻ എന്നുള്ള കാർഡാണ് നമുക്കിവിടെ ഒറാക്കിളായിട്ട് കിട്ടിയിരിക്കുന്നത്. ജസ്റ്റ് 1 കാർഡ് അതേ എടുക്കുന്നുള്ളൂ. ഒരു ഓവറോൾ ടൈം ഇപ്പം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് അത് എടുത്തത്. അതേപോലെ തന്നെ ഇവിടെ വരുന്ന എനർജി നിങ്ങളുടേതല്ല അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റേതല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇത് ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിക്കരുത്. നിങ്ങളുടേതാണെങ്കിൽ മാത്രം ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കണ്ടിട്ട് വിട്ട് കളഞ്ഞേക്കുക. ഒരിക്കലും കമ്പയർ ചെയ്ത് ചിലവർക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്, ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവരുടേതാണെന്ന് ആക്കാൻ വേണ്ടിയിട്ട് പ്രയാസപ്പെട്ടെടുക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മളുടേതാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക കേട്ടോ.
Okay, Knight of Pentacles, Seven of Pentacles, Five of Wands, Ace of Cups, Judgment, Two of Wands, Three of Wands, Knight of Wands, Seven of Swords, Queen of Swords, Four of Pentacles, and one more, Knight of Cups. ഓക്കെ, അപ്പോൾ സ്ട്രെങ്ത് ആണ് ബോട്ടം വന്നിരിക്കുന്നത്, പേജ് ഓഫ് വാൻസ്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇതിൽ നമുക്ക് ആ ഒരു ഫസ്റ്റ് ഞാനൊരു ഓവറോൾ മനസ്സിലാക്കാനാണ് ഈ ഒരു ഒറാക്കിൾ എടുത്തത്. അപ്പോൾ കിട്ടിയിരിക്കുന്നത് ടെംപ്റ്റേഷൻ എന്നുള്ള കാർഡാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ സാധിക്കുക, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എവിടെയാണ് അല്ലെങ്കിൽ ആരുടെ കൂടെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി കറന്റ് ഒരു നെഗറ്റീവ് എനർജിയുടെ പിടിയിലാണ്. അതായത് അവരുടെ മൈൻഡ് അവർ മാത്രമായിട്ടല്ല നിയന്ത്രിച്ച് പോരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പല കാര്യങ്ങളിലും അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാഴിക, ഒരു തുറന്ന മനസ്സോടുകൂടി നമുക്ക് വേണ്ടി നമ്മളൊരു തീരുമാനം എടുക്കുന്നത് പോലെ ചെയ്യാൻ പറ്റുന്നില്ല. ഇത്രയൊക്കെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിലും മറ്റു ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്ത് നിർത്തുന്നു, അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു അവസ്ഥയില്ല, പലതിനോടും ഒരു വിമുഖത ഉണ്ടാവും. ചിലപ്പോൾ ദൈവിക കാര്യങ്ങളിൽ പോലും അത്രയും താല്പര്യം ഇല്ലാത്തൊരവസ്ഥ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും സംഭവിച്ചേക്കാം. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബാഡ് ഹാബിറ്റ് ഉള്ള വ്യക്തിയായിരിക്കും, ഓൾറെഡി മുന്നേ തന്നെ ഉണ്ടാവാം. മദ്യപാനമോ പുകവലിയോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിനോട് കൂടുതൽ അട്രാക്ഷനോ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പല രീതിയിലും ഉള്ള ഒരു അഡിക്ഷൻ സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പൊ അതിന്റെ കൂടെ ഇപ്പോൾ ഇവര് ഈ ഒരു നെഗറ്റീവ് വൈബിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ കൂടെയുള്ള വ്യക്തികൾ ഇവർക്ക് നെഗറ്റീവ് സാന്നിധ്യം കൊടുക്കുന്നു, അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ഉള്ള വ്യക്തികളുടെ കൂടെയാണ് ഇവരുള്ളതെന്ന് പറയാം. അപ്പൊ നമ്മളുടെ കൂടെയുള്ള വ്യക്തികൾക്ക് ഒരു നെഗറ്റീവ് വൈബാണ്, അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജിയിലാണ് കൺട്രോൾ ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് നമ്മളിലേക്കും വരും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവരുടെ ഇപ്പോഴുള്ള എനർജി എന്നാണ് നമുക്ക് ഈ ഒരു ഒറാക്കിൾ മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ഇനിയാണ് നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം, ഇവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഒരു നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ് ഇവിടുത്തെ സ്റ്റാർട്ടിങ് കാർഡ്. നമുക്കിതിൽ എൻഡിങ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സും ആണ്. അപ്പോൾ രണ്ടും വളരെ എന്താ പറയുക, സ്ലോ പേസ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള എനർജീസ് ആണ്. എങ്കിലും അത്രത്തോളം ഒരു തിരിച്ചു വരവ് ആഗ്രഹിക്കുന്ന കാർഡുകളുമാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഒരു പെന്റക്കിൾ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു കപ്പ് ആണെന്നുണ്ടെങ്കിലും അത്രയും സൂക്ഷ്മതയോടുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അപ്പൊ ഫുൾ ഗോള് ഈ കാര്യങ്ങളിലാണ് ഈ രണ്ടു പേർക്കും. പിന്നെ രണ്ടുപേരുടെ ക്യാരക്ടറിസ്റ്റിക് വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ചിന്തകളിലെ വ്യത്യാസമുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ വളരെ പ്രൊട്ടക്റ്റീവ് ആണ്, അല്ലെങ്കിൽ കെയറിങ് ആണ്, പാഷനേറ്റ് ആണ്, ലവബിൾ ആണ് എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് ഈ രീതിയിലാണ്. ഇനി ഇൻ ബിറ്റ്വീൻ ആണ് ഇതിനിടയിലുള്ള കാര്യങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തല്ല ഉള്ളത്, മാറിയാണ് നിൽക്കുന്നത്. അവർക്ക് പ്രോപ്പറായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് കാണില്ല. ഇനി കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലായിരിക്കില്ല. പക്ഷെ ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡിനെസ് ആയിട്ട് വരാനാണ് ഇവരിവിടെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് വന്നിരിക്കുന്നതും ആ ഒരു 7 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അതായത് പേഷ്യൻസോടുകൂടി അവർ വെയിറ്റ് ചെയ്യുകയാണ്. കാരണം നിങ്ങളിലേക്ക് വരാൻ പറ്റിയ ഒരു അനുകൂല സമയം ഇതല്ല എന്നുള്ളത് അവർക്കറിയാം എന്നുള്ളതാണ്. കാരണം നമ്മൾ ഓൾറെഡി ഇവിടെ ഞാൻ പറഞ്ഞു, നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു ടെംപ്റ്റേഷൻ കാർഡ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിൽ നിന്നും പുറകോട്ട് വലിക്കും, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് അവരുടെ ഒരു ധൈര്യം കെടുത്തി കളയാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരാളുടെ പ്രസരിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തുക, ആ ഒരു രീതിയിലൊക്കെയാണ്.
അപ്പോൾ ഇവരിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് വരാനായിട്ട് അവർക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ കൂടെ കഴിയാനായിട്ട് അവർക്ക് ആഗ്രഹമുണ്ട്, നല്ലൊരു കമ്മിറ്റ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഉള്ള ഈ ഒരു കറണ്ട് എനർജിയിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സമയമല്ല ഇതെന്നാണ് മനസ്സിൽ കരുതുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് കാത്തിരിക്കണം, സമയം അനുകൂലമാവണം എന്ന് ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. കാരണം അവരുടെ കണ്ണിൽ ഇപ്പോൾ സമയം അനുകൂലമല്ല. അപ്പൊ എന്തുകൊണ്ട് അനുകൂലമല്ലാത്തത്? ഇവിടെ നമുക്കറിയാം 5 ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ്. അവരുടെ സാഹചര്യങ്ങൾ മോശമാണ്. അപ്പോൾ അവർ മനസ്സിൽ വിചാരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുമായിരിക്കും എന്നാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളോട് അവർക്ക് പറയാനുള്ളതും അതാണ്. ഇപ്പോൾ നിങ്ങളിലേക്ക് വരാൻ പറ്റിയ സാഹചര്യമല്ല. നിങ്ങളിലേക്ക് അവർ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഒരു കോൺഫ്ലിക്റ്റ്, അടിപിടി, തർക്കങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഇവർ പെട്ടേക്കാം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു നിങ്ങളിലേക്ക് അവർ എത്തണമെങ്കിൽ മറ്റാരോടൊക്കെയോ അവർക്ക് പിടിവാദങ്ങളും തർക്കങ്ങളും വലിയ കയ്യാങ്കളിയൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വന്നെന്നിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ ഉള്ളത് കറന്റ് ആ ഒരു നിങ്ങളിലേക്ക് വരാനുള്ള സമയമല്ല എന്ന് ചിന്തിക്കുന്നത്. പക്ഷെ നിങ്ങളോട് അവർക്ക് സ്നേഹമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആഗ്രഹമുണ്ട്, സ്നേഹമുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്, നല്ല ലവബിളായിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ട്. പക്ഷെ അതുകൊണ്ടാണ് വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ ഒരു ആരൊക്കെയോ അവർ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ ജഡ്ജ്മെന്റും ഉണ്ട്. അപ്പൊ ഈ ഒരു ജഡ്ജ്മെന്റ് വന്നത് കൊണ്ടും ഇവിടെ ഡെവിൾ ഉള്ളത് കൊണ്ടും ചിലപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, ഒരുപക്ഷെ നിങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ വല്ല എന്താ പറയുക കോടതി പോലത്തെ കാര്യങ്ങളിൽ പോലും ഏർപ്പെടേണ്ടതായിട്ട് വന്നേക്കാം. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒപ്പമുള്ള വ്യക്തികൾ, തേർഡ് പാർട്ടിക്ക് തന്നെ നമ്മൾ പറയാം, ആ ഒരു വ്യക്തികൾ ഇവരെ വെറുതെ വിടില്ല. കാരണം അവർ അത്രത്തോളം ഇവർക്കൊരു പേടിയുണ്ട് ഇവിടെ. അവര് ഏത് രീതിയിൽ ഇതെടുക്കും, അവരിൽ നിന്ന് നിങ്ങളിലേക്ക് ആ പേഴ്സൺ വരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറെ കാര്യങ്ങൾ നഷ്ടപ്പെടേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ഇവരോടൊക്കെ പൊരുതി നിൽക്കേണ്ടതായിട്ട് വരും. അതിനുള്ളൊരു സ്റ്റാമിന ഈ ഒരു പേഴ്സൺ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ കോടതി പോലത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവർക്ക് ഓൾറെഡി കേസ് വഴക്ക് അങ്ങനെയുള്ളതിലൊക്കെ പോയി പെടേണ്ടതായിട്ട് വന്നേക്കാം. അപ്പൊ അതൊക്കെ നേരിടാനുള്ളൊരു ത്രാണിയൊന്നും ഈ ഒരു പേഴ്സൺ ഇപ്പൊ ഇല്ല. അതേപോലെ തന്നെ ചിലപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഡെബിൾ കാർഡ് കിട്ടിയതുപോലെ തന്നെ ഈ ഒരു ടെംപ്റ്റേഷൻ കാർഡ് കിട്ടിയതുപോലെ തന്നെ ചിലപ്പോൾ അവര് ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാവാം, അല്ലെങ്കിൽ അവർ ഭയപ്പെടുത്തി വെച്ചിരിക്കുന്നതാവാം, അല്ലെങ്കിൽ ഇമോഷണലി ബ്ലാക്ക് മെയിലിംഗ് ആയിരിക്കാം. അപ്പോൾ അവർക്ക് പേടിയാണ് നിങ്ങളിലേക്ക് വരാൻ, ആഗ്രഹമുണ്ട്. പക്ഷെ അതൊക്കെ നേരിട്ട് മുന്നോട്ട് വരാനുള്ള ഒരു ധൈര്യം ഈ ഒരു പേഴ്സൺ ഇല്ല. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ പിന്നെ വന്നിരിക്കുന്നത് ആ ഒരു 2 ഓഫ് വാണ്ട്സ് ആൻഡ് 3 ഓഫ് വാണ്ട്സിന്റെ എനർജീസ് ആണ്. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ അവരുടെ ആ ഒരു തേർഡ് പാർട്ടി ഒരുമിച്ച് കൊളാബായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവാം. ഇവർ തമ്മിൽ മ്യൂച്വലായിട്ട് പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയാ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ബിസിനസ് പോലെയുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ ഇവരൊരുമിച്ചൊരു ഫാമിലി ആവാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവാം. ഇനി ഓൾറെഡി ഫാമിലി ആണെന്നുണ്ടെങ്കിൽ വീണ്ടും അവര് അവിടെ നിന്ന് പോവില്ല എന്നുള്ള വാക്ക് കൊടുത്തിട്ടുണ്ടാവാം. അപ്പോൾ അവരുമായിട്ട് സഹകരിച്ച് പോരേണ്ടുന്ന ഒരു അവസ്ഥ ഇവർക്ക് വരുന്നുണ്ട്. പക്ഷെ എങ്കിലും ഇവർ പ്ലാനിങ് ആണ്. പക്ഷെ അവരുടെ നിലനിൽപ്പും അവർക്ക് അതേപോലെ തന്നെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. നിങ്ങളിലേക്ക് വരിക എന്നുള്ളത് അവരുടെ ആഗ്രഹമാണ്. പക്ഷെ അതിനേക്കാൾ പ്രധാനമായിട്ട് അവരുടെ നിലനിൽപ്പിനും അവരുടെ ഇപ്പോഴുള്ള എന്താ പറയുന്ന കറന്റ് സിറ്റുവേഷനും ഒക്കെ അവർ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇവർ ശക്തമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ഒരു പുരുഷനും ഒരു സ്ത്രീയും ആയിരിക്കാം മേ ബി. അപ്പോൾ കൂടുതലായിട്ടും ആ ഒരു ശക്തമായിട്ടുള്ള ഒരു സ്ത്രീ സാന്നിധ്യമുണ്ട്, അതേപോലെ തന്നെ ഒരു പുരുഷന്റെ സാന്നിധ്യമുണ്ട്. അപ്പൊ അവർ രണ്ടുപേരും അത്രയും മോശമായിട്ടുള്ള ഒരു രീതിയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും ഒരു പവറുള്ള രണ്ട് വ്യക്തികളുടെ നടുവിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. അതായത് ഇവരുടെ കണ്ണ് വെട്ടിച്ച് നിങ്ങളിലേക്ക് വരിക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇവിടെ നിന്ന് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഇവരിലേക്ക് പോയിട്ടുള്ളത്, നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ളത് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടായിരിക്കാം. ഇൻ ദ സെയിം വേ ഇപ്പൊ നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുണ്ടെങ്കിലും ഈ പേഴ്സൺസിനെ ചീറ്റ് ചെയ്ത് അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ടൊക്കെ വേണം ഇവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാനും. ഓപ്പൺ ആയിട്ട് ഇവർക്ക് ഇറങ്ങി വരാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണ് വീണ്ടും ആ ഒരു പഴയ കാര്യം, ആ പാസ്റ്റിൽ നിങ്ങളോട് ചെയ്ത കാര്യം ഇപ്പൊ വീണ്ടും ആവർത്തിക്കേണ്ടി വരും നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ. അതായത് ഇവരുടെ കണ്ണു വെട്ടിച്ച് വരിക എന്നുള്ളത് ചിലപ്പോൾ നിങ്ങളെ പറ്റിച്ച് അപ്പുറത്തേക്ക് പോയതുപോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇവിടെയുള്ള ഈ രണ്ട് പേഴ്സൺസും അത്രയും സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് പേരാണ്. അത് എന്ത് ചെയ്യാൻ മടിയില്ല എന്ന്, അല്ലെങ്കിൽ എടുത്തു ചാടി ചെയ്യാനൊന്നും നമ്മൾ പറയില്ലേ, വെട്ടൊന്ന് തുണ്ടം രണ്ടെന്ന് പറയുന്ന പോലത്തെ എനർജിയിലുള്ള രണ്ട് പേരുടെ നടുക്കാണ് ഈ ഒരു പേഴ്സൺ പറ്റിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കബളിപ്പിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരിക എന്നുള്ളത് അത്ര
ശാശ്വതമായിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിപരമായ തീരുമാനമായിട്ട് ഈ ഒരു പേഴ്സൺ കാണുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് മാനിപ്പുലേഷൻസും കള്ളത്തരങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലാണ്ട് ചടപടാന്ന് പറഞ്ഞ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ഞാൻ ഇറങ്ങി പോകുന്നു എന്ന് പറഞ്ഞ് ഈ ഒരു പേഴ്സണ് പോരാൻ പറ്റില്ല. അത്തരത്തിലുള്ള ഒരു കെണിയായിരിക്കും ചിലപ്പോൾ അവർ ഒരുക്കി വെച്ചിട്ടുള്ളത്. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഇവർക്ക് മനസ്സ് മാറിക്കഴിഞ്ഞാൽ ഇറങ്ങി പോകാൻ സാധിക്കുന്ന തരത്തിലായിരിക്കില്ല അവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവുക. അവരുടെ ഒരു കൺസെന്റ് ഇല്ലാതെ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും രീതിയിലൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്യേ എങ്ങനെയെങ്കിലുമൊക്കെ അവരെവിടെ നിർത്താൻ അല്ലെങ്കിൽ അവരുടെ അനുവാദം ഇല്ലാതെ നിങ്ങളിലേക്ക് അടുക്കാൻ സമ്മതിക്കാത്ത രീതിയിലാണ് അവർ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവര് പ്ലാനിങ്ങിലാണ് എന്നുള്ളതാണ്. ഇപ്പൊ ചിലപ്പോ ഞാൻ പറഞ്ഞു ഒരുമിച്ചായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എഗ്രിമെന്റുകൾ ഉണ്ടാവാം. അങ്ങനെ പല രീതിയിലും നമുക്ക് ഒരാളെ കമ്മിറ്റഡ് ആക്കാൻ അല്ലെങ്കിൽ അവരിലേക്ക് പിടിച്ചു നിർത്താനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടാവാം. പോരാത്തതിന് ആ ഒരു ബ്ലാക്ക് എനർജി ഉണ്ട്, ബ്ലാക്ക് മാജിക് എനർജീസ്, ആ ഒരു നെഗറ്റീവ് വൈബിലും ഇവർക്കുണ്ട്. അപ്പൊ ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഹോൾഡ് ചെയ്ത് അവരെ ഭയപ്പെടുത്തി നിർത്തുന്ന ഒരു രീതിയിലായേക്കാം. പക്ഷെ എവിടെയാണോ ഈ പേഴ്സൺ ഉള്ളത് അവിടെ അവർക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് അവിടെ അവര് വലിയ ദാരിദ്ര്യം കാര്യങ്ങളൊന്നും അനുഭവിക്കുന്നില്ല. അവര് എവിടെയാണോ അവർക്ക് വേണ്ട സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്ത് ആർക്കും നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതായത് നമുക്ക് ഫിസിക്കലായിട്ടുള്ള എത്ര കാര്യങ്ങൾ കൊണ്ട് തന്നു കഴിഞ്ഞാലും നമുക്ക് ചില സമയത്ത് നമുക്കൊരു ബോധം വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കും, എനിക്ക് വേണ്ടത് ഇതല്ലല്ലോ, ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ന സംഭവമാണല്ലോ. അതിലേക്ക് പിടിച്ചു നിർത്താനായിട്ട് ആർക്കും പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ എന്തൊക്കെ കൊടുത്താണ് ഇവർ നിർത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ ഓഫർ ചെയ്തേക്കാം. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ അഡിക്റ്റഡ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ബാഡ് ഹാബിറ്റ്സിന് ആവണമെന്നില്ല, ചിലപ്പോൾ പൈസക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആവാം. പണം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ മടിയില്ലാത്തൊരു പേഴ്സൺ ആവാം. ധാരാളം പണം കണ്ടു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ആരും ഉപേക്ഷിക്കാനും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന പേഴ്സൺ ആവാം. അല്ലെങ്കിൽ അവരവരുടെ സ്വാതന്ത്ര്യത്തിനായിരിക്കാം കൂടുതൽ വില കൽപ്പിക്കുന്നത്. ഏത് രീതിയിലാണ് ഇവരുടെ മൈൻഡ് മാറ്റി വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ ആ ഒരു രീതിയിലുള്ള ശക്തമായിട്ടുള്ള രണ്ട് പേരെ അവരുടെ ഇടയിൽ നിന്ന് വേണം നിങ്ങളിലേക്ക് വരാനായിട്ട് ഞാൻ പറഞ്ഞതുപോലെ കുറച്ചധികം ഈ പേഴ്സൺ പാടുപെടേണ്ടി വരും. കാരണം നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഈ പറഞ്ഞതുപോലെ വഴക്ക്, തല്ലുകൂട്ടം, അതേപോലെ തന്നെ കോടതി വ്യവഹാരങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ, ചിലപ്പോൾ പോലീസ് കേസായിരിക്കും, ഇങ്ങനെയൊക്കെ പോയി പെടേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷെ സ്റ്റിൽ അവര് നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഏത് രീതിയിലാണ് നിങ്ങൾ പിരിഞ്ഞു പോയിട്ടുള്ളതെങ്കിലും അവരെത്രത്തോളം നിങ്ങളുടെ ഒരു സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ച് പൊസസീവായിട്ട് തന്നെ കൂടെ വേണം എന്നുള്ള രീതിയിൽ തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അവർക്ക് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അതിന് കഴിയുന്നില്ല. അതാണ് ഈ നൈറ്റ് ഓഫ് കപ്സ്. പതിയെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാ സ്നേഹം മുഴുവൻ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവരിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മണി ഓറിയന്റഡ് പേഴ്സൺസ് ആണെങ്കിൽ അത് വിചാരിച്ചാണ് തേർഡ് പാർട്ടിയുടെ കൂടെ പോയിട്ടുള്ളതെങ്കിൽ ഈ പറയുന്ന സാധനമൊക്കെ കിട്ടിയിട്ടുണ്ടാവാം. ചിലപ്പോൾ പണമൊക്കെ കിട്ടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇവർ ആഗ്രഹിച്ച പോലെയുള്ളൊരു ലൈഫ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അപ്പോഴാണ് എനിക്ക് വേണ്ടത് ഇതായിരുന്നില്ലല്ലോ എന്നുള്ളൊരു മിസ്സിങ് വരുന്നത്. അപ്പോഴാണ് അവർക്ക് നിങ്ങളോടുള്ള ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ചിലപ്പോൾ അവരുടെ ജഡ്ജ്മെന്റ് പീരീഡിലും ആവാം. അങ്ങനെ നമുക്ക് ഇവിടെ ഗസ് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു പീരീഡിലാണെന്നുണ്ടെങ്കിലും അവർ കുറെ കാര്യങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ജഡ്ജ്മെന്റ് കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു കർമ്മ റിലേറ്റഡ് കാർഡ് കൂടിയാണത്. അപ്പോൾ എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും ഇവരുടെ മനസ്സ് ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആക്കി നിർത്തിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് വരാൻ കഴിയുന്നില്ല. അതും ഒരു തരം ശിക്ഷയാണ്. നമ്മൾ ഒരാളെ വഞ്ചിച്ചിട്ട് നൈസായിട്ട് അപ്പുറത്തേക്ക് പോവുക. അപ്പുറത്ത് ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇവിടെയായിരുന്നു യഥാർത്ഥ വ്യക്തിയുള്ളത്, അല്ലെങ്കിൽ ഇതാണ് എനിക്ക് വേണ്ടതെന്ന്. പക്ഷേ തിരിച്ച് വരാനായിട്ട് നോക്കുമ്പോൾ ഓടി വന്ന് അടുത്തേക്ക് വരാൻ പറ്റിയ ദൂരത്തിലല്ല, വരാനാണെങ്കിൽ പല തടസ്സങ്ങളും. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കുന്നുണ്ടാവും, ഈ ഒരു പേഴ്സൺ അല്ല ആരാണെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, എത്രയോ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ കൊണ്ട് ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ഞാൻ വലിച്ചെറിഞ്ഞ് കളഞ്ഞത്, ഇപ്പൊ അതെനിക്ക് കിട്ടാനായിട്ട് ഒരു കിട്ടാക്കനി പോലെ മാറിയിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത വരാം. അപ്പോൾ ഇവിടെ ഇവരുടെ നിങ്ങളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സിലുള്ളത് ഇന്ന കാര്യങ്ങളൊക്കെയാണ്. അവർക്ക് ഇവരെയൊക്കെ പേടിച്ചിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് കുറച്ച് പാടാണ്. പക്ഷെ ഞാൻ വരും, ഞാൻ കമ്മിറ്റ്മെന്റ് തരും, കുറച്ച് കാത്തിരിക്കണം, സമയം വേണം, എനിക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല, ക്ഷമയോടുകൂടി കാത്തിരിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ആ ഒരു സ്ട്രെങ്ത് ആണ്. അതായത് ഇവർക്ക് ഇപ്പൊ സ്ട്രെങ്ത് ഇല്ല, അവർക്ക് സ്ട്രെങ്ത് വന്നു കഴിഞ്ഞാലാണ് ആ ഒരു പേജ് ഓഫ് വാൺസ് ഒരു ന്യൂ ബിഗിനിങ്ങിന് അവർക്ക് വരാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ബിഗിനിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ടില്ലേ 10 ഓഫ് പെന്റക്കിൾസ് ആണ്. നല്ല രീതിയിൽ എല്ലാ രീതിയിലും ഒരുമിച്ച് പോകുന്ന നല്ലൊരു റിലേഷൻഷിപ്പായിട്ട് ഇത് പോകാൻ സാധിക്കും.
പക്ഷെ അതിനുള്ളൊരു സ്ട്രെങ്ത് ഇവർക്ക് വരണം. അപ്പൊ സ്ട്രെങ്ത് ഇവർക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇവരിലുള്ള ഈ ഒരു നെഗറ്റീവ് എനർജി കംപ്ലീറ്റ്ലി മാറിപ്പോണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ ഇവർ ഈ ഒരു സ്ട്രെങ്ത് കാര്യങ്ങളിലേക്ക് മടങ്ങി വരുള്ളൂ. അപ്പൊ ഇതാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു എനർജി. ഇതാണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഈ ഒരു രീതിയിലാണോ? നിങ്ങളുടെ ഇടയിലുള്ള തേർഡ് പാർട്ടി ഇതുപോലെയുള്ള ഒരു സ്ത്രീയും പുരുഷനും ആണോ? അവർ സ്ട്രോങ് ആണോ എന്നുള്ളതൊക്കെ നിങ്ങൾ ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്കൊന്ന് ക്ലൂസ് എടുത്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലൂസ് നോക്കാം. ജാനുവരി മന്ത്, തൃശ്ശൂർ, എൻ, ജൂലൈ മന്ത്, നവംബർ, മെയ് മന്ത്, നമ്പർ 6, Trivandrum, Kannur, H, S, number 7, number 12, letter L, W, E, June month, number 29, number 26, number 21, Sagittarius, Kollam, Malappuram, number 11, number 5, letter A, number 20, Scorpio and number 9. അപ്പോൾ ഇതാണ് ഇന്നിവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ്. ഇതുമായിട്ടൊക്കെ മാച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെയുള്ള പേഴ്സൺ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ അക്കരെ ഇക്കരെ നിൽക്കുകയാണ് രണ്ടുപേരും. അപ്പോൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിലും അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിലും ഈ ഒരു പാലം കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വരും. നിങ്ങൾ രണ്ടുപേരും രണ്ട് കടലിനപ്പുറം നിൽക്കുന്നു എന്ന് പറയുന്ന പോലെ വേണമെങ്കിൽ പറയേണ്ടി വരും. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു എനർജി. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് അല്ലെങ്കിൽ അവരുടെ ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് പോരാനായിട്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളിലേക്കുള്ള ആ ഒരു ദൂരം കുറഞ്ഞു കിട്ടാനായിട്ട് അതിനുവേണ്ടി പ്രേയേഴ്സ്, മാനിഫെസ്റ്റേഷൻസ്, എഫർമേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇതൊക്കെ താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. കാരണം ഒരുപാട് പേര് വല്ലാതെ ഒരു പാഷനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട്. അവരോടാണ് ഇത് പറയുന്നത്. അല്ലാതെ താല്പര്യമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, അതെല്ലാം നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളുടെ തീരുമാനമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ് ഇത്രയേ ഉള്ളൂ. നമുക്ക് മറ്റൊരു റീഡിങ്ങുമായിട്ട് നാളെ വീണ്ടും കാണാം. ഓക്കെ, ടേക്ക് കെയർ.